ഹലോ വിയേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു 3 കപ്പ് ഇടിയപ്പപ്പൊടി അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ പാലപ്പം, പത്തിരി ആ പൊടി എടുക്കുക കേട്ടോ. എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഉപ്പ് ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം, ഒരുപാട് ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായ നാളികേരം ചിരകി റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാവ് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ ആ പിഴിയുന്ന നാഴിയിൽ, ഞാനിന്ന് നീളത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ഉണ്ടോ അതെടുക്കുക. എന്നിട്ട് സേവ പിഴിയാനുള്ള ചെറിയ ഹോൾസുള്ള ചില്ലിടുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അല്ല ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കും പിഴിഞ്ഞു കൊടുക്കുക. ഓക്കെ, പിഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ മുകളിലേക്ക് കുറച്ച് തേങ്ങ കൂടി വെതറി കൊടുക്കുക കേട്ടോ. തേങ്ങ ഇടുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇട്ട ശേഷം വീണ്ടും അതിൻ്റെ മേലെ ഒരു സെറ്റ് കൂടി പിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ വന്നിട്ട് നമ്മൾ ഒരു ആവി കയറ്റണ പാത്രത്തിൽ വീണ്ടും മുകളിൽ കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒരു ആവി കയറ്റണ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് നമ്മൾ മാവ് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചത് കൊണ്ട് പെട്ടെന്നാവും. ഇതൊരു 5 മിനിറ്റ്സ് കൂടി വേണ്ടി വരില്ല, വേഗം റെഡിയാവും കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം. നമ്മൾ അതിനെ എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ ആദ്യം ഈ മാവൊക്കെ എടുത്തിട്ട് സേവയെല്ലാം പിഴിഞ്ഞ ശേഷം ലാസ്റ്റാണ് നമ്മൾ 2 ടൈപ്പ് ഓഫ് സേവ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതായതിനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുന്നവരും പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം. ഓക്കെ, ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ കടുക്, പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ അതിലേക്ക് കറിവേപ്പില, പിന്നെ നമുക്ക് പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ചുവന്ന മുളക്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ കാഷ്യൂ നട്ട്, നിലക്കടല അതൊക്കെ ആഡ് ചെയ്യുക. അതൊക്കെ അവരവരുടെ ചോയ്സാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ഇടില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനെ കടുക് വറുത്ത ശേഷം നമ്മളിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവ ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ടത് കേട്ടോ. സോ അത് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി കോക്കനട്ട് സേവ തയ്യാറാണ്. ഓക്കെ, അതിനെ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നമുക്ക് അതേ പാൻ തന്നെ എടുക്കുക കേട്ടോ. അതേ പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ തന്നെ ഒരു 2 സ്പൂൺ ഓയിൽ, നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക്, 1 സ്പൂൺ കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പച്ചമുളക്, കറിവേപ്പില, ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമ്മളൊരു 2 നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക, നാരങ്ങയുടെ ജ്യൂസ് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവ ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ, അത് മറക്കരുത്. നമ്മൾ ഉപ്പ് മാവിലിട്ടിട്ടുണ്ട്, പോരെങ്കിൽ ഈ സമയത്ത് കുറച്ച് വിതറി കൊടുക്കുക. ഓക്കെ, സോ നമുക്കിവിടെ അടിപൊളി ലെമൺ സേവ തയ്യാറാണ്. അപ്പോൾ ഒറ്റ പണി കൊണ്ട് തന്നെ നമുക്ക് 2 വെറൈറ്റി സേവകൾ കിട്ടി കേട്ടോ. ഇതേ തന്നെ നമുക്ക് പുളി സേവയും ഉണ്ടാക്കാം ഇതേപോലെ തന്നെ, പക്ഷേ അതൊരു വേറെ വെറൈറ്റി ആണെന്ന് മാത്രം. ഓക്കെ, സോ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇതിലേത് സേവയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഇതിനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുവരെ എല്ലാം കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.